കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് താൻ ജീവിച്ചിരുന്നപ്പോൾ വിശന്നവർക്ക് അപ്പം പകുത്തു കൊടുത്തു. അനേക ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവർക്ക് ആശ്വാസം നൽകി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു. എന്നാൽ അന്നും യേശുവിനോടൊപ്പം കുറെ ആൾക്കാര് നടന്നു. അവൻ ചെയ്തതായ അത്ഭുതങ്ങൾ കാണുവാൻ, അതിശയങ്ങൾ കാണുവാൻ, രോഗസൗഖ്യം പ്രാപിക്കുവാൻ രോഗികളായവർ, ദുഃഖിതരായവർ, ക്ഷീണിതരായവരൊക്കെയും യേശുവിന്റെ കൂടെ നടന്നു. അപ്പോൾ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ നിങ്ങൾ എന്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ അവന്റെ അടുത്ത് ചെല്ലുന്ന ആരെയും ഉപേക്ഷിക്കാത്ത ഏതൊരുവരെയും കൈക്കൊള്ളുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ സന്തോഷവും സമാധാനമുണ്ട്. അവർ മരിച്ചാലും ഈ ലോകത്തിലെ അല്പകാലം 60 70 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം മനുഷ്യനെ അനുവദിച്ചിരിക്കുകയാണ്. മനുഷ്യൻ വന്നു പാർക്കുന്നവരാണ്, പരദേശികളാണ്. 70 60 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാൽ കൊണ്ടും ഈ ലോകത്തിലെ നന്മകളൊക്കെ അനുഭവിച്ചതിന് ശേഷം നിത്യമായ ഒരു അനുഗ്രഹം ഇതിനപ്പുറമായി ഇവിടെ മരിക്കുന്ന ആ നിമിഷം വേറെ ഒരു ലോകത്തിൽ നാം ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ന്യായ വിസ്താര കോടതിക്ക് മുമ്പിൽ അല്ല മറ്റെങ്ങും ഒരു അപ്പീലിന് പോകാൻ അവസരമില്ലാത്തതായ അധികാരമില്ലാത്തതായ ഒരു ന്യായവിസ്താര കോടതി നമുക്കെല്ലാവർക്കും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായ വിസ്താര കോടതിക്ക് മുമ്പിൽ വരേണ്ടതാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു. ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സന്തോഷം ആഘോഷിക്കുമ്പോൾ ഒരിക്കൽ മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുവാൻ യേശു ഒരിക്കലായി ജനിച്ചു. അവൻ 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു. താൻ ഈ ലോകത്തിൽ നിന്ന് ഇനി തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാനായി താമസം വിന വരുന്നു. അതുകൊണ്ട് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്ന നിങ്ങളൊക്കെയും ഈ സത്യം അറിയണം, ഈ സന്തോഷം നിങ്ങളും അനുഭവിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടിയാണ് ഈ സന്ധ്യാമത്ത് ഞങ്ങൾ ഈ സത്യ സുവിശേഷം ഇവിടെ പറയുന്നത്. ലോകത്തിലേക്ക് അവതരിച്ച സകല പാപത്തിനും പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് അവതരിച്ച രക്ഷകനായ യേശുക്രിസ്തു മനുഷ്യൻ പാപികളായിരിക്കുമ്പോൾ പാപത്തിന് ഒരു മറുവില കൊടുക്കുവാൻ മറ്റാരും ഇല്ലാതെ ഇരുന്നപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. 60-70 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അതിനായി അവനെ കയറി വരിക, മടങ്ങി വരിക, തിരിച്ചു വരിക എന്ന് വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ വരാൻ സമയമായില്ല, ഞാനിപ്പോൾ വരുന്നില്ല, എനിക്ക് മനസ്സില്ല എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യന്റെ അങ്ങനെയുള്ള ഒരു ഗതി നനച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ ആക്കിയിട്ട് ഈ ഭൂമിയിലേക്ക് ആക്കി അവനെ ജീവിക്കുവാൻ അനുവദിച്ചിരിക്കുകയാണ്. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ അതിന് തക്കവണ്ണം വാങ്ങുവാൻ പ്രാപിപ്പാൻ ദൈവത്തിന്റെ ന്യായ വിസ്താര കോടതിക്ക് മുമ്പിൽ എല്ലാവരും വരേണം എന്നുള്ള ഒരു സത്യം വിളിച്ചറിയിക്കുകയിലൂടെയാണ് ഈ സായം. ഇരഗതി നിന്നച്ചാൽ രാവതി പൂരമേൽ മുളച്ചുഷസിൽ കരിഞ്ഞ പുല്ലു പോലെ രാവിലെ വയലിൽ വിടർന്നൊര പുഷ്പവും രാവാകും വാടിക്കാ
നരൻ പൂവാണ്, അവൻ പുഴുവാണ്. നിറം കുറഞ്ഞിടുമേ, സ്ഥലം മറന്നിടുമേ. നരൻ പൂവാണ്, അവൻ പുഴുവാണ്. നിറം കുറഞ്ഞിടുമേ, സ്ഥലം മറന്നിടുമേ. നരകത്തിൽ നിന്നച്ചാൽ രാവതിൽ പുരമേൽ മുളച്ചുഷസിൽ കരിഞ്ഞ പുല്ലു പോലെ. രാവിലെ വയലിൽ വിടർന്നൊര പുഷ്പവും രാവാകും വാടിക്കാറ്റിൽ ഉതിരും പോലെ. നരൻ പൂവാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷപ്പെടുവാൻ അഥവാ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. അതുകൊണ്ട് വീണ്ടും വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടും. ഓർത്തു നോക്കണമേ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, മദ്യം നൽകുന്ന സന്തോഷം നിത്യമാണോ, മദ്യം നൽകുന്ന അനുഭവം അത് സുഖമാണോ എന്ന് ചോദിക്കുന്നതായ ഒരു ഗാനം കേൾക്കണമോ? മദ്യം നൽകുന്ന സന്തോഷം നിത്യമോ, മദ്യം നൽകുന്ന അനുഭവം സുഖമോ, മദ്യം വരുത്തിയ ദുരന്തങ്ങൾ മറന്നോ, മദ്യം വരുത്തിയ ദുരിതങ്ങൾ മറന്നോ, മദ്യം പാത്രത്തെ രസമായി തിളങ്ങും, ഒടുവിൽ സർപ്പം മദ്യം പാത്രത്തെ രസമായി തിളങ്ങും, ഒടുവിൽ സർപ്പം നിന്നെ കടിക്കും. സ്വന്തം ഭാര്യയെ എന്നേക്കും വെറുക്കും, സ്വന്തമായി പലരും ചാരെ വന്നിടും. സ്വന്തം ഭാര്യയെ എന്നേക്കും വെറുക്കും, സ്വന്തമായി പലരും ചാരെ വന്നിടും. മദ്യലഹരിയിൽ പലതും നീ ചെയ്തിടും, കൂട്ടം കൂടി രസിപ്പിക്കും അവർ നിന്നെ.